ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 4ാം വാർഷികത്തോടനുബന്ധിച്ച് ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്കുള്ള ഫണ്ട് വിതരണവും ഭക്ഷണ കിറ്റ് വിതരണവും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സ്ഥാപനത്തിലെ കുട്ടികൾക്കുള്ള അന്നദാനവും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ഡയറക്ടർ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 4ാം വാർഷികത്തോടനുബന്ധിച്ച് ക്യാൻസർ കിഡ്നി രോഗികൾക്കുള്ള ഫണ്ട് വിതരണവും ഭക്ഷണ കിറ്റ് വിതരണവും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സ്ഥാപനത്തിലെ കുട്ടികൾക്കുള്ള അന്നദാനവും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ഡയറക്ടർ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം മുഴുവനും ഓർക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ജീവിതം മുഴുവനും പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാത്മാവ് വിട പറഞ്ഞ ഈ ദിവസം തന്നെ ഈ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യോഗം സംഘടിപ്പിച്ചത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 4 വർഷമായി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എൻ്റെ പ്രവർത്തനമാണ് ആ ഡിവൈനിലും ചാരിറ്റിയിലും ട്രസ്റ്റിലും ആ വാക്കിൽ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യവും വ്യാപ്തിയും സൗകുമാര്യവും വിശുദ്ധവും ധർമ്മവും വിശ്വാസവും എന്ന് മലയാളത്തിൽ പറയാവുന്ന ആ 3 അക്ഷരങ്ങളിൽ അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏകദേശം 38 വർഷത്തോളമായി ഞാൻ അബൂബക്കർ സാഹിബ് എന്ന് മനസ്സിലാക്കിയത് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചു. 38 വർഷം കൊണ്ട് ഇത് വലിയ നിലയിൽ ഉണ്ടാവേണ്ട ഒരു സ്ഥാപനമാണ്. എന്തുകൊണ്ടോ അത് ശൈശവ ദശയിൽ തന്നെ. ട്രസ്റ്റ് ലീഡർ KT സുഹറ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാപനത്തിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർ CK അബൂബക്കർ, 47ാം വാർഡ് കൗൺസിലർ ഗിരിജ ടീച്ചർ, ബേപ്പൂർ പാലിയേറ്റീവ് വളണ്ടിയർ K സക്കീന, സാമൂഹ്യ പ്രവർത്തകർ മോഹനൻ, ആരിഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. AIMI സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ പരിപൂർണ സഹകരണവും പരിപാടിയിലുണ്ടായി. ട്രസ്റ്റ് കോർഡിനേറ്ററായ മുഹസിന നന്ദി പറഞ്ഞു. ACV ന്യൂസ് കോഴിക്കോട്.